ഏകദേശം 3:40 ഒക്കെ ആയിട്ടുണ്ട്. നമ്മളിന്ന് നാട്ടിൽ പോവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഒരു ട്രെയിൻ യാത്രയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പോയി പല്ലിച്ച് കുളിച്ചിട്ട് വരാം കേട്ടോ. ഗൈസ്, നമ്മളെല്ലാവരും എന്താ കുളിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുളിച്ച് റെഡി ആയിട്ടുണ്ട്, കണ്ണപ്പൻ റെഡി ആയിട്ടുണ്ട്, അപ്പൂട്ടൻ റെഡി ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്, രതീഷ് ചേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്, കുളിച്ച് റെഡി ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ സമയം ഏകദേശം 5 മണിയാവാറായിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5 മണിയാകുമ്പോൾ 5 ആവാൻ 10 മിനിറ്റ് ഉണ്ട്. ഇനി ഒരു 5 മണിയാകുമ്പോൾ നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തിറങ്ങും. ഇവിടെ നിന്ന് ഒരു 45 മിനിറ്റ്സിൻ്റെ യാത്ര ഉണ്ട് കേട്ടോ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക്. പിന്നെ ഈ യാത്ര എന്ന് പറയുന്നത് ഈ പുതിയ വീട്ടിലേക്ക് താമസം മാറിയതിന് ശേഷം ഞങ്ങൾ 4 പേരും കൂടി ഒന്നിച്ച് പോകുന്ന ആദ്യത്തെ ട്രെയിൻ യാത്രയാണ്. പിന്നെ നമ്മൾ പോകുന്നത് ഇൻ്റർസിറ്റിക്കാണ്. അപ്പോൾ ബാക്കി യാത്രകളൊക്കെ നമുക്ക് വഴിയെ കാണാം. നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. വണ്ടിയൊക്കെ ബുക്കായി. നമ്മൾ വണ്ടിക്ക് സാധനങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് അവിടെ എത്തിയിട്ട് കാണാം. അപ്പം നമ്മളിതാ കാറിലൊക്കെ കയറി യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബാംഗ്ലൂർ നഗരം ഉണർന്ന് വരുന്നുള്ളൂ. സമയം ഏകദേശം 5:15 കഴിഞ്ഞിട്ടുണ്ട്. പതിയെ ബാംഗ്ലൂർ നഗരം ഉണർന്ന് തുടങ്ങി. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. എനിക്ക് ഈ സമയത്തൊക്കെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോഴുള്ള ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ അതൊന്നും വേറെയാണല്ലോ. അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷങ്ങളല്ലേ. അപ്പോൾ ഞങ്ങളിതാ ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുക. പുറമത്തെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല തണുവുണ്ട് കേട്ടോ. ബാംഗ്ലൂരൊക്കെ ഇപ്പോൾ വിൻ്റർ തുടങ്ങി, നല്ല മഞ്ഞുകാലമാണ്, നല്ല മഞ്ഞുണ്ട്. അപ്പം ഞങ്ങൾ ഈ പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് രതീഷിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ വരുന്നത്. ഞാനും മക്കളും ബാക്കിലായിരുന്നത്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്താറായി. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ ലഗേജൊക്കെ എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോഴും നേരത്തെ എത്താറ്, കാരണം നമുക്ക് കുറച്ച് ലഗേജസ് അധികമുള്ളതുകൊണ്ട് നമ്മൾ വേഗം എത്തി പ്ലാറ്റ്ഫോമൊക്കെ നോക്കി റെഡി ആയിട്ട് നിൽക്കണം. അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ ട്രെയിനിൽ കയറിയിട്ട് കണ്ട് ട്രെയിൻ കയറിയിട്ടോ. ഞാനും കണ്ണപ്പനും ഇവിടെ, രതീഷേട്ടനും അപ്പുറത്താണ് സീറ്റിൽ കെട്ടിയിരിക്കുന്നത്. നമ്മൾ നമ്മുടെ യാത്ര തുടരണം. കുറച്ച് കഴിഞ്ഞാൽ അവരോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച് മാറി നിൽക്കണമെന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പം ബാക്കി വിശേഷങ്ങൾ നമുക്ക് പതിയെ കാണാം. അപ്പോൾ ഹലോ ഗൈസ്, നമ്മൾ കണ്ടപ്പോൾ വിഷം തുടങ്ങിയിട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാം ക്രീം ബണ്ണ് കഴിക്കുകയാണ്. ട്രെയിനിൽ ഫുഡ് വരുമെന്ന് വിചാരിക്കണം. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡൊന്നും കൊണ്ടുവരിക കാണാം. അപ്പോൾ രജിസ്റ്ററിന് അപ്പുട്ടിന് അപ്പുറത്തിരിക്കുന്നുണ്ട്. അപ്പുട്ട് അവിടെ നിന്നിട്ട് ക്രീം ബണ്ണ് കഴിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ വിളിച്ച് കാണിക്കാൻ പറയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കഴിക്കട്ടെ കേട്ടോ. എന്തായാലും അവർ രണ്ടാളും ഹാപ്പിയാണ്. നന്നായിട്ട് ഈ യാത്ര എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു ഇൻ്റർസിറ്റി ചെയ്തത്, പക്ഷെ അവർ ഹാപ്പിയാണ്, ഒപ്പം ഞങ്ങളും ഹാപ്പിയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. അതാ മനോഹരമായിട്ടുള്ള കുന്നും മലകളും കാടും മേടൊക്കെ താണ്ടിയിട്ടാണ് നമ്മുടെ യാത്ര. ഇതൊക്കെ ഒരു മനോഹരമായ കാഴ്ചകളാണ്. ഇങ്ങനെ പച്ചപ്പും വെള്ളമൊക്കെ നിറഞ്ഞ സ്ഥലങ്ങൾ കാണുമ്പോൾ മനസ്സിനൊരു കുളിർ തന്നെയാണല്ലേ. സാധാരണ ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം IT ആണ്, പബ്ബാണ്, പബ് സിറ്റിയാണ് ബാംഗ്ലൂർ എന്നൊക്കെ. പക്ഷെ ആ ബാംഗ്ലൂരിലൂടെ ട്രെയിൻ യാത്രയുണ്ടല്ലോ, അതൊന്ന് വേറൊരു അനുഭവമാണ് കേട്ടോ. ഇങ്ങനെ കണ്ട പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പൂപ്പാടങ്ങൾ, പച്ചപ്പ് വിരിഞ്ഞ് നിൽക്കുന്ന ഈ പ്രകൃതി രമണീയമായി ഈ കാഴ്ചകളൊക്കെ കാണാൻ അത് വേറൊരു വൈബ് തന്നെയാണ്. അങ്ങനെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ദോശ വന്നത്. അപ്പം ഞാൻ വേഗം ദോശ മേടിച്ച് ഞങ്ങൾ ദോശയൊക്കെ കഴിച്ചു. ദോശയാണ് ഞങ്ങൾ കഴിച്ചത്. മസാല ദോശ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ ഫുഡ്? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചൊരു കാഴ്ച കണ്ടെന്നുണ്ട് ഫുഡോട് വന്നിരിക്കും കേട്ടോ. കിടപ്പുന്ന ടിഷ്യൂ ഒക്കെ വെച്ച് ഒക്കെ വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സമയം 11 മണിയായിട്ടോ. അപ്പോൾ വണ്ടിയിൽ ജ്യൂസ് വന്നപ്പോൾ ഞാനും മക്കളും കൂടിയിട്ട് ചോക്ലേറ്റ് ജ്യൂസ് മേടിച്ച് കുടിക്കേണ്ട. രതീഷന് അതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഞങ്ങളിതാ അതൊക്കെ കഴിച്ച് കഴിഞ്ഞു. സമയം ഏകദേശം ഇപ്പോൾ 1 മണി കഴിഞ്ഞു. അപ്പോൾ വണ്ടിയിൽ ബിരിയാണി വന്നപ്പോൾ ഞങ്ങൾ ഒരു ബിരിയാണി മേടിച്ച് ഞാനും രതീഷനും മക്കളും കൂടി ഷെയർ ചെയ്ത് കഴിച്ചത്. അവർക്ക് കുട്ടികൾ എത്ര കാര്യമായിട്ടൊന്നും ബിരിയാണി കഴിച്ചില്ല കേട്ടോ. ഒരു 4 വായ കഴിച്ചപ്പോഴേക്കും അവർക്ക് മതി എന്ന് പറഞ്ഞു. കാരണം ഈ ജ്യൂസും പിന്നെന്താ പറയുക ദോശയും പിന്നെ ഇടയിൽ അവർ ആ ക്രീം ബണ്ണൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ അവരുടെ വയറ് നിറഞ്ഞു. പിന്നെ കുറേ വെള്ളവും കുടിച്ചു. ചൂടായിരുന്നല്ലോ, ട്രെയിനിൽ പോകുമ്പോൾ ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ വെള്ളം കുടിച്ചിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇതാ വാട്ടർമെലൻ വന്നു. ഞങ്ങൾ 3 മണി കഴിഞ്ഞപ്പോൾ വാട്ടർമെലനും ഈ മാങ്ങയൊക്കെ മേടിച്ചു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങളുടെ വയറ് നിറഞ്ഞ് അങ്ങനെ 4 മണിയോടുകൂടി നമ്മൾ തൃശ്ശൂർ സ്റ്റേഷനിലെത്തും. ഇപ്പോൾ സമയം ഏകദേശം 3:15 കഴിഞ്ഞു. അപ്പോൾ നമ്മൾ തൃശ്ശൂർ എത്താറായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഈ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.